ഖാനയിൽ വ്യാജ ലോകാവസാന പ്രവചനം നടത്തി ജനങ്ങളെ പറ്റിച്ച സ്വയം പ്രഖ്യാപിത പ്രവാചകൻ എബോ നോഹ പോലീസ് പിടിയിലായി. 2025 ഡിസംബർ 25 ലോകം മുഴുവൻ പ്രളയത്തിൽ മുങ്ങി നശിക്കുമെന്ന ഇയാളുടെ പ്രവചനം പാളിയതിന് പിന്നാലെയാണ് അറസ്റ്റ്. 2025 ഓഗസ്റ്റ് മാസത്തോടെയാണ് എബോ നോഹ എന്നറിയപ്പെടുന്ന ഇവാൻ സിഷൂൺ തന്റെ പ്രവചനങ്ങളുമായി ശ്രദ്ധിക്കപ്പെടുന്നത്. ക്രിസ്മസ് ദിനത്തിൽ ലോകം പ്രളയത്തിൽ മുങ്ങുമെന്നും 3 വർഷത്തോളം നിർത്താതെ മഴ പെയ്യും എന്നുമായിരുന്നു ഇയാളുടെ അവകാശവാദം. രക്ഷപ്പെടാനായി ഇയാൾ എൽമിനയിൽ 8 കൂറ്റൻ മരക്കപ്പലുകൾ നിർമ്മിച്ചു തുടങ്ങിയതായും അറിയിച്ചു. ഈ പ്രവചനം വിശ്വസിച്ച് ഖാനയിൽ നിന്നും പുറത്തു നിന്നുമായി നിരവധി ആളുകൾ തങ്ങളുടെ വീടും സമ്പാദ്യവുമെല്ലാം വിറ്റ് ഇയാളുടെ കപ്പലിന് വേണ്ടി നൽകിയിരുന്നു. കപ്പലുകളുടെ അടുത്ത് നിൽക്കുന്ന പ്രവാചകന്റെ ഫോട്ടോയും പുറത്തു വന്നിരുന്നു. ഡിസംബർ 25 മുമ്പ് ആളുകൾ കൂട്ടത്തോടെ കപ്പലിൽ കയറാനായി പലായനം ചെയ്തു തുടങ്ങി. ഡിസംബർ 25 പ്രളയം വന്നതുമില്ല. കപ്പലിൽ കയറാൻ ചെന്ന ആളുകൾ കണ്ടത് സ്വകാര്യ വ്യക്തികൾ മീൻപിടുത്തത്തിനായി നിർമ്മിക്കുന്ന കപ്പലുകളെയാണ്. തങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടെന്നറിഞ്ഞ ചിലർ കപ്പലിന് തീയിടുകയും ചെയ്തിരുന്നു. ഡിസംബർ 25 പ്രളയം വരാത്തതിന് പ്രവാചകൻ നൽകിയ ന്യായീകരണം തന്റെ പ്രാർത്ഥന മൂലം ദൈവം ശിക്ഷ മാറ്റിവെച്ചതായും കൂടുതൽ ആളുകളെ രക്ഷിക്കാൻ വലിയ കപ്പലുകൾ നിർമ്മിക്കാൻ ദൈവം സമയം അനുവദിച്ചതായും അറിയിച്ചു. പ്രവചനം പരാജയപ്പെട്ട അതേ ദിവസം തന്നെ ഇയാൾ ഖാനയിലെ പ്രശസ്തമായ ഒരു സംഗീത നിശയിൽ അതിഥിയായി പങ്കെടുത്തതും ജനങ്ങൾക്ക് വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഈ പ്രവാചകനെ വിശ്വസിച്ച് തങ്ങളുടെ ആജീവനാന്തകാല സമ്പാദ്യമെല്ലാം വിറ്റുപെറുക്കി ഈ പ്രവാചകന് നൽകിയ ജനങ്ങളുടെ രോക്ഷം കണക്കിലെടുത്ത് ഡിസംബർ 31 ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഖാന പോലീസിന്റെ സ്പെഷ്യൽ സൈബർ വെറ്റിംഗ് ടീമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ ആഡംബര ജീവിതത്തെക്കുറിച്ചും അനുയായികളിൽ നിന്ന് പണം തട്ടിയെടുത്തതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. $89,000 വിലമതിക്കുന്ന മെഴ്സിഡസ് ബെൻസ് കാറാണ് ഇയാൾ അടുത്ത കാലത്ത് വാങ്ങിയത്. ഭക്തർ തങ്ങൾക്ക് രക്ഷപ്പെടാനായി കപ്പലുകൾ പണിയാൻ നൽകിയ പണം ഉപയോഗിച്ചാണ് ഇയാൾ ഇത് വാങ്ങിയതെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്.